മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കൊടകര കുഴൽപ്പണ കേസിൽ തിരൂർ സതീഷിന്റെ മൊഴിയിൽ കഴമ്പുണ്ടെന്ന് പോലീസ് കണ്ടെത്തൽ. കോടതിയിൽ സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ടിലാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, പോലീസിന്റെ കണ്ടെത്തലുമായി ഒരു ബന്ധവുമില്ലാതെ കടകവിരുദ്ധമായ റിപ്പോർട്ട് ഇ ഡി സമർപ്പിച്ചു എന്നുള്ളതാണല്ലോ നമ്മൾ ഇന്നലെ മുഴുവൻ ചർച്ച ചെയ്തത്. അനുജ, ഈ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കോടതിയിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇ ഡി പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത്. അന്ന് തന്നെ ഇ ഡിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇൻകം ടാക്സിനടക്കം ഈ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടൊരു കത്തും ഈ പ്രത്യേക അന്വേഷണ സംഘം നൽകിയിരുന്നു. അതിൽ പറയുന്നത് ഇതിൽ കൃത്യമായ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട്. ജില്ലയിലെ 3 BJP നേതാക്കൾക്കെതിരെ, അതായത് ഹരി, കെ അനീഷ് കുമാർ, BJPയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാർ അടക്കം 3 നേതാക്കൾക്കെതിരായ കള്ളപ്പണ ഇടപാടുകളെ സംബന്ധിക്കുന്ന വിവരമാണ് തിരൂർ സതീഷ് പങ്കുവച്ചിരിക്കുന്നത്. അത് ഗൗരവകരമായി അന്വേഷിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇ ഡിക്കടക്കം കത്ത് നൽകിയത്. എന്നാൽ ആ കത്ത് പരിഗണിക്കാതെയാണ് ഇ ഡിയുടെ കുറ്റപത്രം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതോടൊപ്പം തന്നെ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അന്വേഷണ സംഘത്തിന്, പ്രത്യേക അന്വേഷണ സംഘത്തിന്, പോലീസിന് ഇത് അന്വേഷിക്കുന്നതിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രൈവറ്റ് അന്യായം ഫയൽ ചെയ്യുന്നതിന് വേണ്ടി ഈ തിരൂർ സതീഷിനോട് അന്വേഷണ സംഘം നിർദ്ദേശിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തന്നെ തിരൂർ സതീഷ് ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരുന്നു. അത് ഇത്തരത്തിൽ ഈ അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശാനുസരണമാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ കോടതിയുടെ ഒരു അനുമതി, ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്താൻ ഒരു അനുമതി ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു പ്രത്യേക കേസായി തന്നെ പരിഗണിച്ച് ഇതിൽ അന്വേഷണം നടക്കും, അല്ലെങ്കിൽ അന്വേഷണത്തിന് വഴി തുറക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. എന്തായാലും ഈ ഇ ഡിയുടെ കുറ്റപത്രം BJP സംരക്ഷിക്കുന്നതാണെന്ന വിമർശനങ്ങൾക്കിടെയാണ് ഈ തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിൽ ഇത്തരത്തിൽ കഴമ്പുണ്ടെന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. തിരൂർ സതീഷിന്റെ മൊഴിയിൽ കഴമ്പുണ്ട് എന്ന പോലീസിന്റെ റിപ്പോർട്ട്, തുടരന്വേഷണ റിപ്പോർട്ടിൽ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇനി കോടതി എന്ത് നടപടിയിലേക്ക് പോകുന്നു, ഒരു പ്രത്യേക അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ടോ എന്നതൊക്കെ കോടതിയാണ് തീരുമാനിക്കുക. അങ്ങനെയെങ്കിൽ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി മാറുകയും ചെയ്യും.